Andro Creations എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത് നമ്മുടെ ഫോണിലെ കണക്ടിവിറ്റി ഇഷ്യൂസുകൾ കണക്ടിവിറ്റി പ്രോബ്ലംസുകൾ എങ്ങനെ സോൾവ് ചെയ്യാം പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. കണക്ടിവിറ്റി പ്രോബ്ലംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ വൈഫൈ, ബ്ലൂടൂത്ത്, ഹോട്ട്സ്പോട്ട്, ഇൻ്റർനെറ്റ് ഡേറ്റ ഇവ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ പല പ്രോബ്ലംസുകളും നമ്മുടെ ഫോണിൽ വരാറുണ്ട്. വൈഫൈ കറക്റ്റായിട്ട് കണക്റ്റ് ആവാതെ വരിക, ഇടയ്ക്കിടയ്ക്ക് വിട്ട് കണക്റ്റ് ആവുക, ഇൻ്റർനെറ്റ് ഡേറ്റ സ്ലോ ആവുക, ഇൻ്റർനെറ്റ് ഡേറ്റ ഇഷ്യൂസുകൾ സംഭവിക്കുക, ഇൻ്റർനെറ്റ് കിട്ടാതെ വരിക, ബ്ലൂടൂത്ത് സംബന്ധമായിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഡിവൈസുമായിട്ട് കണക്റ്റ് ആവാതെ വരിക, അങ്ങനത്തെ ഇഷ്യൂസുകൾ കണക്ടിവിറ്റി സംബന്ധമായിട്ടുള്ള ഏതൊരു ഇഷ്യൂസുകളും നിങ്ങൾക്ക് ഏറെക്കുറെ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കൂടി കാണാൻ ശ്രമിക്കുക. കാരണം പല കാര്യങ്ങളും ഇതിലൂടെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഓക്കെ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിലെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ ഫോണിലെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ജനറൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ റീസെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ കാണും. പല ഫോണുകളിലെയും മോഡൽ അനുസരിച്ചൊക്കെ സെറ്റിംഗ്സ് ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ഫോണിൽ ജനറൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിൽ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സെറ്റിംഗ്സിൽ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് അവിടെ റീസെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ. റീസെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെയായിട്ട് റീസെറ്റ് നെറ്റ്വർക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ. നമ്മുടെ ഇല്ലെങ്കിൽ ജനറൽ മാനേജർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുമ്പോഴത്തേക്കും റീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുമ്പോഴത്തേക്കും അവിടെ റീസെറ്റ് നെറ്റ്വർക്ക് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് താഴെ മുകളിലായിട്ട് ചിലപ്പോൾ ഫാക്ടറി ഡേറ്റ റീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. അതിലൊരിക്കലും നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. ഫാക്ടറി ഡേറ്റ റീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ ഡേറ്റാസുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് റീസെറ്റ് നെറ്റ്വർക്ക് സെറ്റിംഗ്സ് അല്ലെങ്കിൽ റീസെറ്റ് കണക്ടിവിറ്റി സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. അതിൽ വേണം നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും വൈഫൈ, മൊബൈൽ ഡേറ്റ, ബ്ലൂടൂത്ത്, നെറ്റ്വർക്ക് സെറ്റിംഗ് കുറേ കാര്യം കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് താഴെയായിട്ട് റീസെറ്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ മൊബൈലിലെ പാസ്വേഡ് ചോദിക്കും. ജസ്റ്റ് നിങ്ങളുടെ പാസ്വേഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനേച്ച് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുക. അത് കഴിഞ്ഞ് റീസെറ്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിലെ നെറ്റ്വർക്ക് സംബന്ധമായിട്ട് അല്ലെങ്കിൽ കണക്ടിവിറ്റി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റീസെറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സോൾവ് ആവുന്നതായിരിക്കും, പരിഹരിക്കപ്പെടുന്നതായിരിക്കും എന്നുള്ളതാണ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വൈഫൈ നമ്മുടെ നെറ്റ്വർക്ക് കണക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ കണക്ടിവിറ്റി എല്ലാം റീസെറ്റ് ആവുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് കൂടി ഡിലീറ്റ് ആയി പോകും. അതൊന്നുകൂടി നമ്മൾ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഞാൻ ഈ റീസെറ്റ് ചെയ്തു, എൻ്റെ വൈഫൈൻ്റെ പാസ്വേഡ് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വൈഫൈയുടെ പാസ്വേഡ് അതുകൂടി ഇറേസായി പോകും. അല്ലാതെ നിങ്ങളുടെ ഫോണിലെ മൊബൈൽ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ വീഡിയോസ്, ഓഡിയോസ്, ഇമേജസ് ഇതിന് യാതൊരുവിധ പ്രോബ്ലംസും വരികയില്ല. അതൊന്നും തന്നെ നിങ്ങളുടെ ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയില്ല. പക്ഷേ കണക്ടിവിറ്റി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈഫൈയുടെ പാസ്വേഡ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകൂടി നിങ്ങൾ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.